യഥാർത്ഥത്തിൽ ഓണം ഏറ്റവും പുതിയ ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നിനും പഴയതായിരിക്കുക സാധ്യമല്ല. അത് നിരന്തരമായിട്ട് നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് ഓണവും അതിവിപുലമായ പരിഷ്കരണത്തിന് വിധേയമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഓണം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഓണം അല്ല, നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ ഓണം. അടിസ്ഥാനപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അതിലുണ്ടാകുമെങ്കിലും ഓണം ആധുനികം, പഴയതല്ല. പഴയതാണ് എന്ന് ധരിക്കുന്നവരാണ് ഓണത്തെക്കുറിച്ച് വളരെ അപകടകരമായ ധാരണകൾ വെച്ചുകൊടുക്കുന്നത്. കാരണം പഴമയിലേക്ക് പോയാൽ ചിലപ്പോൾ ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പലതുണ്ടാവും. അത് ഓണത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ ചരിത്രത്തിൽ പഴയകാലത്തുള്ളതെല്ലാം നല്ലതൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് ഓണത്തിന്റെ പഴമയിലേക്ക് പോയാലും ആധുനിക മനുഷ്യന്, ഒരു ജനാധിപത്യ സമൂഹത്തിന് അത്രയൊന്നും സ്വീകാര്യമാകാത്ത പലതുണ്ടാവാം. അന്ധവിശ്വാസങ്ങളുണ്ടാവും, മതപരമായ വിശ്വാസ പ്രമാണങ്ങളുണ്ടാവും. പക്ഷെ അവിടെ നിന്നൊക്കെ ഓണം എത്രയോ മാറി എന്നത് മാറ്റത്തിന്റെ ഈ സാമൂഹികമായ പ്രസക്തിയെ അറിയാത്തവരാണ് ഓണത്തിന്റെ പഴമയിലേക്ക് മാത്രം നോക്കിയിരുന്നത്. കാലം ഒരുപക്ഷെ ഈ പഴയതിനെ പലതരം ഉപേക്ഷിക്കുന്നു. പഴയതാണ്, ജീർണമായി പോകും സ്വാഭാവികമായി. അത് ഓണമായാലും ബക്രീദായാലും ഏത് മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളാണെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള ഏത് കാര്യവും പഴയതായിക്കൊണ്ടിരിക്കുകയും ജീർണമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആ ജീർണമായതിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ജീർണതയൊന്നും സംഭവിക്കുന്നില്ല, ഞങ്ങൾ ആ പഴയതിൽ തന്നെ മുറുകെ പിടിക്കുന്നു എന്നൊക്കെ ഒരു അലങ്കാരത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അനിതര സാധാരണമായ രീതിയിൽ നമ്മുടെ എല്ലാം പരിവർത്തന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓണത്തിന്റെയും പഴമയിലേക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് അങ്ങനെ അതാ വിശ്വാസത്തിന്റെ ഒരു അംശം, അതാ ദൈവത്തിന്റെ ഒരു സങ്കല്പനം, ഇങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരാണ് പലപ്പോഴും ഓണം പോലെ ആധുനികവൽക്കരിക്കപ്പെട്ട, ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു ആഘോഷത്തിനെതിരെ പലപ്പോഴും സംസാരിച്ചു. മനുഷ്യൻ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളും ഒക്കെ അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടു. അത് ഇന്നത്തെ ഓണം എന്താണ്? ഇന്നത്തെ ഓണത്തിൽ വാമനരുണ്ടോ, മഹാബലിയുണ്ടോ, ചവിട്ടിത്താഴ്ത്തിയോ, തിരിച്ചു വരുന്നുണ്ടോ എന്നതിനേക്കാളൊക്കെ പ്രധാനം ഇത് മതേതരവൽക്കരിക്കപ്പെട്ട ആധുനിക മനുഷ്യന്റെ കൂടിച്ചേരലിന്റെ സന്ദർഭമാണെന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് മലയാളി ഓണത്തെ തിരിച്ച് പിടിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, അതിൽ അഭിനന്ദിക്കാം. കാരണം ഐതിഹ്യങ്ങളുടെയോ അതുപോലെയുള്ള പഴമയുടെയോ സൗന്ദര്യത്തെയൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയും. കാരണം ഐതിഹ്യങ്ങൾ മനുഷ്യന്റെ ഭാവനയിലൂടെ ഉരുവം കൊണ്ടുവരുന്നത്. ചെറിയ സത്യങ്ങളുണ്ടാകാം, ആ ചെറിയ സത്യങ്ങളിൽ മനുഷ്യൻ തന്റെ ഭാവന കലർത്തി അതിന് കുറച്ചുകൂടെ പൊലിപ്പിച്ചെടുത്ത് വലിയ സൗന്ദര്യം നൽകിയിട്ട് വരും. അപ്പൊ കഥകളുണ്ടാകും, കാവ്യങ്ങളുണ്ടാകും, ശില്പങ്ങളുണ്ടാകും. അങ്ങനെ വരുന്ന നിരവധി അതീവ കാവ്യാത്മകമായ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യമുണ്ട്, അത് തള്ളിക്കളയേണ്ട കാര്യം. പക്ഷെ അവിടെ നിന്ന് എത്രയോ അതിന്റെ സൗന്ദര്യാത്മകമായ വശത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ മഹാബലി എല്ലാവരും മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്ന കാലം എന്നുള്ളത് തീർച്ചയായിട്ടും പഴമയിൽ നമുക്ക് കണ്ടെത്താവുന്ന അതീവ മാനവികമായ ഒരു ജനാധിപത്യപരമായ ഒരു സമൂഹം. മനുഷ്യരങ്ങനെ ഒരുമയോടെ ജീവിച്ചോ ഇല്ലയോ എന്നത് പോട്ടെ, അങ്ങനെ ഒരു ഒരുമയൊക്കെ പണ്ടുണ്ടായിരുന്നു എന്നതും പോട്ടെ. പക്ഷേ മനുഷ്യൻ ഒരുമയോട് ജീവിച്ചിരുന്നു എന്നിങ്ങനെ കേൾക്കുന്നത് തന്നെ സുഖകരമായ കാര്യമാണ്. അത് നമ്മൾ ഓണത്തോട് ബന്ധപ്പെട്ടിരിക്കുകയും എവിടെയോ വെച്ച് നമ്മുടെ പൂർവ്വികർ അങ്ങനെ ഒരു ഒരുമയുടെ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തലമുറയായിട്ട് നിന്ന് പാടി വരികയും ചെയ്യും. അതൊക്കെ ഓണത്തിന്റെ ഏത് പഴമയിലും ജ്വലിച്ചു നിൽക്കുന്ന അതിപ്രാചീന കാലത്ത് മനുഷ്യൻ കൊണ്ടുനടന്ന ഈ സങ്കല്പങ്ങളിലെ മാനവികത.
പ്രായോഗികമായിട്ട് അത് ഉണ്ടായിരുന്നോ എന്ന് അല്ല. എത്ര തീക്ഷ്ണമായ അടിച്ചമർത്തപ്പെട്ട ഒരു കാലത്ത് ജീവിക്കുമ്പോഴും മനുഷ്യൻ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങളാണ് മനുഷ്യനെ വിമോചനത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം. ചിലപ്പോ അവർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പൊ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്ന കാലം ആയിരുന്നിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു കാലത്തെ കുറിച്ച് സ്വപ്നം കാണാനുള്ള അവകാശം ഏത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യനുണ്ട്, എത്രയേറെ ദുരിതത്തിൽ കഴിയുന്ന മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു സ്വപ്നം ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും ഓണം മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു കാര്യമാണ്. അത് സ്വപ്നമായി എടുക്കുകയും അന്നത്തെ യാഥാർത്ഥ്യം എന്തായിരുന്നതിനേക്കാൾ മനുഷ്യൻ തങ്ങളുടെ ഇരുണ്ട കാലഘട്ടത്തിലും പ്രകാശപൂർണമായ ഒരു കാലത്തെ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആരോഗ്യകരമായ വശം. കാരണം ഈ സ്വപ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിച്ചത്. ജാതി സമ്പ്രദായം ഒതുക്കിമാറിയിരുന്ന കാലത്ത് ജാതിക്കപ്പുറത്തൊന്നും ജീവിതം സാധ്യമായ സ്വപ്നം കണ്ട മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചാണ്. അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലയിൽ ഒതുങ്ങി കിടന്നിരുന്ന കാലത്ത് സ്വാതന്ത്ര്യം സാധ്യമാണ്, സ്വതന്ത്രമായ ഒരു ഇന്ത്യ എന്ന് സ്വപ്നം കണ്ടവരാണ് അങ്ങനെ പുതിയൊരു കാലത്തെക്കുറിച്ച്, പുതിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഐ ഹാവ് എ ഡ്രീം എന്നാണ് അമേരിക്കൻ വിമോചനത്തിന്റെയും അടിമകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്തിലുള്ള കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു പ്രഭാഷണത്തിലെ വാക്യം തന്നെ ഐ ഹാവ് എ ഡ്രീം. അടിമകളായി കിടക്കുന്ന അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ മനുഷ്യരായി മാറുന്ന ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ ഒരു പ്രഭാഷണത്തിൽ ആ വാക്ക് വരുന്നത്. അതിന്റെ പേര് തന്നെ ഐ ഹാവ് എ ഡ്രീം. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ഏത് അടിച്ചമർത്തപ്പെട്ട കാലത്ത് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ സ്വപ്നം കണ്ടു എന്നുള്ളത് ഓണത്തിന്റെ അതിന്റെ മറ്റ് അംശങ്ങളുണ്ട്. അതിന്റെ ആചാരം, അനുഷ്ഠാനം, അതിന്റെ വിശ്വാസം, ഈ പ്രമാണങ്ങളിലേക്കൊക്കെ പോയിട്ട് അതിലിങ്ങനെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ നടക്കുന്നതിന് പകരം അല്ലയോ മനുഷ്യൻ എത്രയോ വലിയ ഒരു ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും ഒക്കെ കാലത്തായിരുന്നിരിക്കാം ജീവിക്കുമ്പോഴും മാനവരെല്ലാവരും ഒന്നുപോലെ ആയിത്തീരുന്ന കാലത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നില്ല എന്ന് ആരെങ്കിലും ഓണത്തിന്റെ ഈ ഒരു ഉജ്ജ്വലമായ മനുഷ്യത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ടത്. ആർക്കാണ് അതിനോട് വിരോധം? മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആകുമോ ഇല്ലയോ എന്നുള്ളതല്ല. ചിലപ്പോൾ അതിനും നിരവധി കടമ്പകൾ കഴിഞ്ഞേക്കാം. ചിലപ്പോൾ അതിപ്പോഴും പ്രായോഗികമായി വന്നിട്ടില്ലായിരിക്കാം. പക്ഷെ മനുഷ്യൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നുള്ളത് തീർച്ചയായിട്ടും മനുഷ്യനെക്കുറിച്ച്, മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച്, അതിന്റെ ഭൂതകാലത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കുറച്ചുകൂടി എല്ലാവരും ഒന്നുപോലെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ അർത്ഥത്തിലും ഒന്നുപോലെയായി അങ്ങനെ ഒന്നുപോലെയാകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും മനുഷ്യൻ പഴമയിൽ നിന്ന് മുന്നോട്ട് വന്ന് എത്രയോ ഒരുമയോടെ ഒരു മനുഷ്യരായി ജീവിക്കുന്നുണ്ട്. അവിടേക്ക് എത്തി. ലോകം എല്ലാം എത്തി എന്നുള്ളതല്ല, ലോകത്തിന്റെ ചില സ്ഥലങ്ങളിലെങ്കിലും കേരളം പോലെയുള്ള ചില ഭൂപ്രദേശങ്ങളിലെങ്കിലും മനുഷ്യൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓണം മുന്നോട്ട് വെച്ച വലിയൊരു മാനുഷിക ദർശനവും മനുഷ്യൻ നേടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സാമൂഹികമായ നേട്ടവുമാണ്. അങ്ങനെ ഓണത്തെ കാണാൻ കഴിയും. അതോ അതിലേക്ക് ഇങ്ങനെ ഗുണത്തിനറിയിച്ച് നോക്കിയിട്ട് അതിലെവിടെയാണോ മതം കിടക്കുന്നത് എന്ന അന്വേഷണത്തിലാണോ വരുന്നത്? അതിന് പകരം അതിൽ മനുഷ്യൻ എവിടെ കിടക്കുന്നു എന്ന് നോക്കാൻ തയ്യാറുണ്ട്. മനുഷ്യന്റെ സ്വപ്നങ്ങൾ എവിടെയുണ്ട്? മനുഷ്യൻ ആ സ്വപ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ മനുഷ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓണം മാത്രമല്ലല്ലോ, ഇങ്ങനെയുള്ള അനേക ആഘോഷങ്ങളിലും മനുഷ്യർ ചിലപ്പോൾ അനുഷ്ഠാനപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ ഈ മനുഷ്യനൊന്നാവുക എന്ന സങ്കല്പനത്തിന്റെ ചില അടിവേരുകൾ കാണാൻ കഴിയും. അത് വലിയ രാഷ്ട്രീയ ദർശനം ആവാം, അല്ലെങ്കിൽ മനുഷ്യൻ ആചരിക്കുന്ന വിശ്വാസങ്ങളിൽ തന്നെയാകാം. അങ്ങനെ എവിടെയും മനുഷ്യൻ ഒരുമയോടെ ആയിരിക്കാൻ, ഒന്നായി തീരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ലോക ചരിത്രം എന്നത്. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാവുക എന്ന അതീവ സുന്ദരമായ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പൊരുതലാണ് മനുഷ്യന്റെ ചരിത്രം എന്നത്. അതില്ലായില്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമായിരുന്നു. അപ്പൊ പലരും ഓണത്തെക്കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളുടെ മറ്റേതെങ്കിലും ഒരു
സാമൂഹിക കാര്യത്തെപ്പറ്റി പറഞ്ഞാലും വിദ്യാഭ്യാസത്തെപ്പറ്റി പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റ് ജീവിത രീതികളെപ്പറ്റി പറഞ്ഞാലും പെട്ടെന്ന് പറയുന്ന പഴമക്കാരായ ആളുകൾ പ്രത്യേകിച്ചും പറയുന്ന കാര്യം എന്താണ് ഇന്നത്തെ ഓണമൊക്കെ എന്ത് ഓണമാണ്, ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ഓണമല്ല, ഇന്നത്തെ പഠിപ്പൊക്കെ എന്ത് പഠിപ്പാണ്, ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ എവിടേക്കാണ് ഈ പോണത്, ഒക്കെ നശിച്ചുപോയി, ഞങ്ങളുടെയൊക്കെ കാലം എന്ന് പറയുന്ന ആളുകളെ ധാരാളം കാണാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ പറയുന്നത് പോലെ ഇത്രയും ചരിത്രവിരുദ്ധമായ ഇത്രയും യാഥാർത്ഥ്യത്തോട് നിരക്കാത്തൊരു പ്രസ്താവന പറയേണ്ടതുണ്ട്. കാരണം അതൊന്നും ആയില്ല. ഓണം പഴയ ഓണത്തെക്കാൾ എത്രയോ മികച്ച ഓണമാണ് മനുഷ്യൻ ഇപ്പോൾ ഉണ്ടാകുന്നത്. യാതൊരു സംശയവും തന്നെ എനിക്ക് തോന്നുന്നില്ല. അടുത്ത ദിവസം കൂടെ നമ്മുടെ പല മാധ്യമങ്ങളിൽ നിന്നുള്ള പഴയ ആളുകളുടെയൊക്കെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ പല കാരണവന്മാരും പറയുന്ന ചില പരാമർശങ്ങളും നാലും കൂട്ടിയൊരൂണ് എന്നതുപോലും അസാധ്യമായിരുന്ന ജനതയാണ്. പട്ടിണിയാണ് അവരുടെ വർഷത്തില് മഹാഭൂരിപക്ഷം ദിനങ്ങൾ 3 നേരം ആഹാരമില്ലാത്തവരാണ്. അങ്ങനെയുള്ള ദുരിതപൂർണമായ കാലത്ത് നാലും കൂട്ടിയൊരൂണ് എന്നത് തന്നെ അതീവ മഹത്തായ ഒരു സ്വപ്ന സാക്ഷാത്കാരമായ ഒരു ജനതയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മനുഷ്യർ എത്രയോ മുന്നോട്ട് പോകും. ഇന്ന് നാലും കുട്ടിയുള്ള ഊണെന്ന് നമുക്ക് പറഞ്ഞാൽ അതൊന്നും അല്ല, അതൊന്നൊരു ഓണമേ അല്ല. എത്രയോ വിഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെയുള്ള ഇന്ന് നടന്ന സദ്യയിൽ തന്നെ എത്രയോ വിഭവങ്ങൾ നമുക്ക് ഒരുക്കാൻ സാധിക്കും. അങ്ങനെ മനുഷ്യൻ ദാരിദ്ര്യത്തിന്റെയും ഉച്ചനീചത്വത്തിന്റെയും മറ്റ് നിരവധി അനാചാരങ്ങളുടെയും കെടുതികളിൽ അകപ്പെട്ട് കിടന്നിരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും അന്ന് ഓണം മനുഷ്യർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. എങ്കിലും നമ്മളിപ്പോഴും പറയുന്നത് അതായിരുന്നു ഓണം, അതായിരുന്നു കാലം. ഇപ്പൊ കാലൊക്കെ പഴച്ചുപോയിതാണ്. വയസ്സായ ആളുകൾക്കൊക്കെ ഉള്ളത് പരാതി, കാലൊക്കെ പഴച്ചുപോയി. ചെറുപ്പക്കാരൊക്കെ തയ്യാറായി. കാരണം ചെറുപ്പക്കാരൊക്കെ നമ്മളെ അനുസരിക്കുന്നില്ല എന്നതാണ് പ്രായമായ ആളുകൾക്ക് പരാതി. പക്ഷേ ആര് പറഞ്ഞു ഈ ചെറുപ്പക്കാരൊക്കെ നമ്മളെ അനുസരിച്ച് നമ്മളത്രയും ശരിയാവും, നമ്മളെ അനുസരിക്കണമെങ്കിൽ? വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ യൗവനകാലത്ത് നമുക്ക് മുമ്പേ കടന്നു വന്നവരെ ധിക്കരിച്ചുകൊണ്ടാണ് പുതിയ കാലം ഉണ്ടാക്കിയത്. ജാതി വ്യവസ്ഥ ഒരു കാലത്ത് കേരളത്തെ അടിമുടി ഇന്ത്യയെ മൊത്തത്തിൽ വികസിച്ച് ഭീഭത്സമായി നിന്നിരുന്ന കാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതിന്റെ ക്രൂരമായ സംഭവങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ആ ജാതി സമ്പ്രദായം അനുഷ്ഠിക്കണം എന്നത് തന്നെയായിരുന്നു പഴമക്കാരുടെ പ്രായമായവരുടെ കർശനമായ തീരുമാനം. പഴയ നാടകങ്ങളിലും സാഹിത്യകൃതികളിലൊക്കെ ഇടയ്ക്ക് വരുന്ന ഡയലോഗുണ്ട്. എന്താണ് ആ കഷ്ടായി തീണ്ടലും തൊടിയിലൊന്നും ഇല്ലാണ്ടായി നാട്ടില്. അത് ഉണ്ടാവണമെന്നാണ്. തീണ്ടാപ്പാട് അവിടെ നിൽക്കുക, അകലം നിൽക്കുക, തൊടിയിൽ തൊടാൻ പാടില്ലാതിരിക്കുക, അത് അനുഷ്ഠിക്കാൻ പുതിയ തലമുറ എന്ന് ശഠിച്ചവരാണ് പഴയ തലമുറ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വീണ്ടിലും തൊടിയിലൊന്നും ഇല്ലാതായി. ഒരു കാലം നശിച്ചുപോയി. എത്രയോ നാടകത്തിൽ ഞാൻ ഈ ഡയലോഗ് പഴയ ആൾക്കാർ ഈ നാടകത്തിൽ കാണാറുണ്ട്. ആട് നശിച്ചുപോയതാണ്. കാരണം അയിത്തല്ലാതെ ജാതി സമ്പ്രദായം ആരും അംഗീകരിക്കുന്നില്ല. എന്തൊരു കാലമാണെന്നാണ്. കാരണം ഏതൊക്കെയോ ചില ധിക്കാരികൾ അന്നത്തെ പൂർവികന്മാർ, അന്നത്തെ കാരണവന്മാർ മുറുകെ പിടിച്ചിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ധിക്കരിച്ചുകൊണ്ടാണ് ജാതി സമ്പ്രദായത്തെ മറികടന്ന ഒരു സമൂഹം രൂപം കൊണ്ടത്. അപ്പൊ നമ്മളുടെ പൂർവികന്മാർ ആരൊക്കെയോ നിലനിന്നിരുന്ന ചിലതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ആധുനിക ലോകം നമുക്കൊക്കെ ജീവിക്കാനായി ഒരു ലോകം ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോ കാലത്തും പുതിയ തലമുറ പഴയതിനെ ഉപേക്ഷിക്കുന്നു, അതിനെ ധിക്കരിക്കുന്നു. ആ ധിക്കാരികളാണ് ലോകത്തെ മാറ്റിയത്. ഇപ്പോഴത്തെ തലമുറ നമ്മളുടെ ചില കാഴ്ചപ്പാടുകളെയൊക്കെ ധിക്കരിക്കുന്നു. നമ്മളുടെ ചില സങ്കല്പങ്ങളുണ്ട്, നമ്മുടെ ചില ധാരണകളുണ്ട്. നമുക്ക് ജീവിതത്തെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചുള്ള ധാരണയുണ്ട്. അതിനൊക്കെ ധിക്കരിച്ചുകൊണ്ട് പുതിയ തലമുറ വരുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ല. എങ്ങനെയാണോ ജാതി സമ്പ്രദായത്തെ ധിക്കരിച്ച പുതിയ തലമുറയോട് ജാക്കറ്റ് ഇടരുത്, മാറു മറക്കരുത് എന്ന് പറഞ്ഞ ആ കാലത്ത് മാറു മറക്കാൻ തയ്യാറായ പെണ്ണുങ്ങളോട് ആ കാലത്തെ യാഥാസ്ഥിതിക സമൂഹം എന്ത് നിലപാടാണോ എടുത്തത്, ധിക്കാരികൾ, പിഴച്ചുപോയവർ എന്ന് പറഞ്ഞ അതേ വാക്ക് നമ്മളുടെ ഇടയിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ശരി എന്നുള്ളത് വാസ്തവത്തിൽ കാലത്തോടൊപ്പം മാറിക്കൊണ്ടിരിക്കുന്നു തന്നെയായിരിക്കും ശരി. പുതിയ തലമുറ തന്നെയാകും ശരി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം.
ഒരു തലമുറ ആളുകൾ തകരാറായി പോയി എന്ന് പറയുന്നതിനിടയിലും പുതിയ തലമുറയായിരിക്കും നാളത്തെ ലോകത്തെ രൂപപ്പെടുത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം അങ്ങനെ ചരിത്രത്തിന് നിൽക്കാൻ കഴിയും. നമുക്കിഷ്ടപ്പെട്ട വിജയമല്ല. അതുകൊണ്ട് മനുഷ്യൻ നശിച്ചുപോകും. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതമാകെ പകർന്ന് ധരിക്കണമാകും. നമ്മൾ അങ്ങനെയാണ് പലരും ധരിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതമാകെ നശിച്ചു. ഇനിയൊന്നും ഒരു പ്രതീക്ഷയും വേണ്ടപ്പോൾ. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ പുരോഗതിയിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കും. ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇതുപോലെ ധിക്കാരികളെ പഴമ തള്ളിക്കളയുകയും പഴമക്കാർ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ ധിക്കാരികൾ തന്നെയാണ് പുതിയ ലോകത്തെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറ രൂപപ്പെടുത്തുന്ന ഒരു ലോകം തന്നെയായിരിക്കും നാളെ വരാൻ പോകുന്നത്. ആ തലമുറ രൂപപ്പെടുത്തുന്നത് എന്താണ്? അത് സ്വാതന്ത്ര്യം ഉള്ള, ജനാധിപത്യമുള്ള ഒരു സമൂഹം. അതുകൊണ്ടാണ് നമുക്ക് അവർ നമ്മളെ ധിക്കരിക്കുന്നു തോന്നാൻ കാരണം ധിക്കാരികൾ എന്താ ചെയ്യുന്നത്? അവര് സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കും. പുതിയ തലമുറ കൂടുതൽ സ്വതന്ത്രരാകും. അവരുടെ വേഷവിധാനത്തിൽ, അവരുടെ കുടുംബ ബന്ധങ്ങളിൽ, അവരുടെ വൈവാഹിക കേന്ദ്രത്തിൽ, അവരുടെ പ്രണയങ്ങളിൽ, അവരുടെ പഠനത്തിൽ ഒക്കെ അവർ സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കും. ആ സ്വാതന്ത്ര്യമാണ് ആധുനിക തലമുറ ആർജിച്ചെടുത്തിട്ടുള്ള ഏറ്റവും വലിയ മാനവികമായ ഒരു സവിശേഷത. ഇത് നമുക്ക് ഇഷ്ടപ്പെടുകയില്ലയോ എന്നുള്ളത് കാര്യമില്ല. സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റും. പക്ഷെ നമുക്ക് ഒരു പ്രശ്നമുണ്ട്. സ്വാതന്ത്ര്യമാവാം, പക്ഷെ എന്റെ നിയന്ത്രണത്തിൽ നിന്ന്, എന്റെ അധികാര പരിധിയിൽ നിന്ന് സ്വതന്ത്രരാകരുത്. അതുകൊണ്ടാണ് പല കാരണന്മാരും വീക്ഷിക്കുന്നത്. സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും, പക്ഷെ എന്റെ ഒരു അധികാര പരിധിയുണ്ട്, എന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് പറ്റില്ല. പക്ഷെ അത് പറയാൻ പറ്റില്ല. സ്വാതന്ത്ര്യം എന്നുള്ളത് മനുഷ്യന്റെ എക്കാലത്തെയും, മനുഷ്യന്റെ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളുടെയും എക്കാലത്തെയും വലിയ ഒരു ദർശനമാണ്. ബന്ധുരകാഞ്ചന കൂട്ടിലെന്നാകിലും ബന്ധനം തന്നെ പാരി എന്ന് കൂട്ടിലടക്കപ്പെട്ട, സ്വർണ്ണക്കൂട്ടിലടക്കപ്പെട്ട കിളിയുടെ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് കവി പാടുന്നത് എത്രയോ മുമ്പ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. നല്ല കൂട്ടിലാണ്, നല്ല ഭക്ഷണവും നല്ല പരിചരണവും ഒക്കെ ഉണ്ട്. പക്ഷേ ബന്ധനം തന്നെയാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് സർവ്വ ജീവജാലങ്ങളിൽ, ചരാചരങ്ങളിൽ എന്ന് പറയുന്നത്. ജീവജാലങ്ങളുടെ മാത്രമല്ല. ഒരു മരം മറ്റൊരു മരത്തിന്റെ തണലിൽ നിൽക്കാൻ കഴിയാതെ അത് വെളിച്ചം തരികയും കൂടുതൽ സ്വതന്ത്രമായി തന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മരങ്ങൾ ഒരു വൃക്ഷത്തിന്റെ അടിയിൽ നിന്ന് മറ്റൊന്ന് വള്ളി അല്ലെങ്കിൽ ചെടി അതിന്റെ കൊമ്പുകൾ മറ്റു വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും. സർവചരാചരങ്ങൾ, മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവികളും, ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നത് നിൽക്കട്ടെ, സസ്യലതാദികൾ വാസ്തവത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കും. കൂടുതൽ വെളിച്ചത്തിലേക്ക്, കൂടുതൽ ശുദ്ധവായുവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നുള്ളത് മനുഷ്യന്റെയും ഈ പ്രകൃതിയുടെയും ഏറ്റവും വലിയ തത്വചിന്തയാണെങ്കിൽ ആ തത്വചിന്തയാണ് ആധുനിക തലമുറ സ്വീകരിച്ചിട്ടുള്ളത്. ഒറ്റ കാരണത്താണ്. ബാക്കി എല്ലാം അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നല്ല. കുറ്റകൃത്യങ്ങൾ പെരുകുന്നില്ലേ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതലേ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അതൊക്കെ നമുക്ക് തിരുത്തുകയും ചെയ്യാം. ഇതിനാവശ്യമായ സാമൂഹിക ഇടപെടൽ, ഭരണകൂട ഇടപെടലുകൾ ആവുകയും ചെയ്യാം. പക്ഷേ മനുഷ്യൻ കൂടുതൽ സ്വതന്ത്രനായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ആലോചനത്തോടെ കണ്ടിട്ട് കഴിയും. അതുകൊണ്ട് ഞാനിത് ഈ ചരിത്രത്തിലെ ഈ വികാസ പരിണാമത്തെക്കുറിച്ച് പറയാൻ കാരണം ഓണത്തിന്റെ ഈ ചരിത്ര പശ്ചാത്തലത്തെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്നുകൊണ്ടാണ്. ഓണവും ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യന്റെ ജനാധിപത്യ ബോധത്തിന്റെയും ഒരു വികസിത കാലത്തിലൂടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഓണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും മഹാബലിയെ പൂജിക്കുന്നുണ്ടാവും, അമ്പലത്തിൽ പോകുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, ആരെങ്കിലും ഏതെങ്കിലും മതത്തിന്റെ പേരുവിലാസത്തിൽ കാണുന്നുണ്ടാകാം. നമുക്ക് നഷ്ടമില്ല. നമ്മളത് കാണുന്നത് മതത്തിൻ്റെതല്ല, മതേതരമായ ഒരംശമാണ്. സകല മനുഷ്യരും ഒരുമിച്ച് കൂടിയിട്ട് ഈ പ്രകൃതിയെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ട് മനുഷ്യർ മതേതരമായ ഒരു ആഘോഷത്തിലേക്ക് നടന്ന് കയറിയിരിക്കുന്നു. അവിടെയാണ് ഇതിപ്പോ നമ്മൾ വിചാരിച്ച നിവൃത്തില്ല, അത് അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതൊന്നുമല്ല പിന്നെ ഓണം വാമനന്റെ ആഘോഷമാണ്, അല്ലാതെ മഹാബലിയുടെ. അല്ലെങ്കിൽ ഓണം ഞങ്ങൾ ഹിന്ദുക്കളുടെ ആഘോഷമാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഇത് സകല മനുഷ്യരുടെയും ആഘോഷമായി ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നു. എന്താ ചെയ്യാം?
അങ്ങനെ ആയിക്കഴിഞ്ഞു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ഈ ചരിത്രം അതിന്റെ വളർച്ചയെ സാധ്യമാക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനമെടുത്തിട്ടൊന്നുമല്ല. കമ്മിറ്റി കൂടെ പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും, അതൊക്കെ ഇതിന്റെ തുടർച്ചയിൽ ഇങ്ങനെ വരും. പക്ഷെ ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ചരിത്രം അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ആരുടെ ഇടപെടലില്ലാതെയും ഇപ്പൊ എങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ഓണാഘോഷത്തോട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ആൾക്കാർ പറയും ഓണം ഒക്കെ ഇപ്പൊ എന്താണ് പണ്ട് കാലത്ത് നമ്മളുടെ ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു. ഇപ്പോ കച്ചവടക്കാരുടെ ഉത്സവമാണ് ഓണമായാൽ സകല കച്ചവടക്കാർ പരസ്യം നൽകുന്നു. എന്നിട്ട് അവരുടെ വിപണന കേന്ദ്രങ്ങളിൽ വൻതോതിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നു. അതുകൊണ്ട് കച്ചവടക്കാരാണ് ഇപ്പൊ കാര്യമായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. നഗരങ്ങളിലൊക്കെ അവരുടെ കടകളൊക്കെ അലങ്കരിച്ച് ആളുകളെ ആകർഷിക്കുന്നു. ശരിയായിരിക്കും. കാരണം ആധുനിക മനുഷ്യന് ഓണം ആഘോഷിക്കാൻ പഴയ പോലെ 4 കൂട്ടാനും ഒരല്പം കുമ്പപ്പൂ നിറമുള്ള ചോറും പോരാ. ആധുനിക മനുഷ്യന് ഓണം ആഘോഷിക്കണമെങ്കിൽ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ആവശ്യമുണ്ട്. അത് നാടിന്റെ നാശത്തിൽ നിന്നുണ്ടായതല്ല, നാടിന്റെ വളർച്ചയിൽ നിന്നുണ്ടായതാണ്. അനേകം ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നു, അതിന്റെ വിപണന കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നു, അത് ലോകം മുഴുവൻ എത്തിക്കാനുള്ള മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാവുന്നു. അവരുണ്ടായല്ലോ. പണ്ട് നമ്മുടെ നാട്ടുപുറത്തുള്ള ഈ ചെറിയ ഒരു വൃത്തത്തിൽ കിട്ടുന്ന ചെറിയ അവരുടെ പറമ്പിലുണ്ടാക്കുന്ന കായികങ്ങളാണ് അന്നത്തെ ഓണത്തിന് ഞാൻ കണ്ടിട്ടുള്ളത്. കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരുന്ന പച്ചക്കറികൾ കൊണ്ട് ഓണം ഉണ്ടാക്കുന്നതൊന്നും എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. പലരും വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അവർ നടത്തിയില്ല അന്നത്തെ ഓണാഘോഷിച്ചു. കാരണം നമ്മൾ ചെറിയ വൃത്തത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രാമീണ ജീവിതം നയിക്കുന്ന മനുഷ്യരായി ഇന്ന് നമുക്ക് മതി. ഇന്ന് നമ്മൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് കേവലം ഒരു ഗ്രാമ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ലാതായി മാറിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ എവിടേക്കോ കടന്നുപോയി. അപ്പൊ അതിനും ആൾക്കാർക്ക് വലിയ ആശയമുണ്ട്. ഈ കുട്ടികളൊന്നും ഇങ്ങനെ പോയിട്ട് കേരളത്തിൽ ഇങ്ങനെ ആൾക്കാരില്ലാതെ വരുന്നു. വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നു പോയേ പറ്റൂ. പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അതുപോലെ ഒരു നാട്ടുപുറത്ത് എന്താണ്ടാവും, എത്ര വിദ്യാഭ്യാസ കുട്ടിക്കാലത്ത് എന്ത് പണിയാണ് അന്നുണ്ടാവുന്നു. അവിടെയുള്ള ചെറിയ ചെറിയ കാർഷിക മേഖലയിൽ നിന്നപ്പെട്ട് അല്ലെങ്കിൽ പറമ്പുകളിലുള്ള എന്തെങ്കിലും കണക്കിന് മറിക്കല്, കന്നു മേഖല, അതായിരുന്നു ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന തൊഴിൽ സാധ്യത. ഇന്ന് അവിടെ നിന്നൊക്കെ എത്രയോ കാര്യങ്ങൾ മാറി ആധുനിക വിദ്യാഭ്യാസം വന്നു. അനേക ശാസ്ത്ര സാമൂഹിക പഠനങ്ങളുടെ മേഖലകൾ വന്നു. കുട്ടികൾക്ക് ഇതൊക്കെ പഠിച്ചിട്ട് തൊഴിൽ വരുന്നില്ല. അതുകൊണ്ട് ലോകം മുഴുവൻ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കും. ചിലരൊക്കെ അങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. ഈ ചെറുപ്പക്കാരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ വേണ്ടത്ര തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പോകുന്നത്. അതുകൊണ്ട് എന്തോ കേരളത്തിലെ ആളുകൾ ചെയ്ത എന്തോ കുഴപ്പമാണ് എന്ന രീതിയിൽ പറയുന്നു. വാസ്തവത്തിൽ നമ്മൾ കുറെ എത്ര തൊഴിലവസരങ്ങൾ കൊടുത്താലും അനേകം മനുഷ്യർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കണം. കാരണം എന്താ പറയുക, മനുഷ്യന് ഒരു ചെറിയ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. പറന്നുകൊണ്ടിരിക്കണം. ലോകം അത്ര ചെറുതായി നമ്മൾ ഗ്ലോബൽ വില്ലേജ് നമ്മൾ പറയുന്നത് കാലമില്ല. അന്നൊരു വില്ലേജിനകത്താണ് നമ്മൾ പൂക്കൾ തേടി നടന്നിരുന്നതെങ്കിൽ നമ്മളതിൽ അഭിനമിച്ചു. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പാടവരമ്പിലും തോട്ടുവക്കിലും ഒക്കെയുള്ള പൂക്കൾ തേടിയിട്ടാണ് നമ്മൾ ഓണം പൂക്കളം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ ആ ഗ്രാമത്തിലായിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്ലോബൽ വില്ലേജിലാണ്. ഈ ലോകമാകെ ഒരു ഗ്രാമമായി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പൂക്കളം ഇടാനുള്ള പൂവ് അർജന്റീനയിൽ നിന്ന് കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നിന്ന് കൊണ്ടുവന്നേക്കാം. അത് മഹാ അപരാധമാണെന്ന് ഞാൻ കരുതുന്നില്ല. ലോകം അത്രയേറെ ചെറുതാവുകയും ലോകത്തിന്റെ സാധ്യതകൾ അത്രയേറെ വലുതാവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പലതും സ്വീകരിക്കും. അങ്ങനെ എത്രയോ വലിയ ചിന്തകൾ, ദർശനങ്ങൾ സ്വീകരിച്ചിരുന്ന മനുഷ്യർ. അതുപോലെ തന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കും, ജീവിതശൈലികൾ സ്വീകരിക്കും. അതുകൊണ്ട് ആധുനിക മനുഷ്യൻ, നമ്മുടെ പുതിയ തലമുറ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയിട്ട് കേരളമാകെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയില്ല. ശരിയായത് അവരങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാനുള്ളത് തന്നെയാണ്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സാധ്യതകൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ആധുനിക ലോകത്തിന്റെ പരിച്ഛേദങ്ങളായി മാറുകയെന്നതാണ് ശരി. അല്ലാതെ ആൾക്കാർക്ക് തിരിച്ചു വരാമെന്നുള്ളത്. അത്രയേറെ സ്വാതന്ത്ര്യവും അത്രയേറെ ലോകത്തെ മുഴുവൻ എത്തിപ്പെടാനുള്ള സാധ്യതകളുമുള്ള ഒരു തലമുറ അത് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഓണം വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്.
അതാണ് ഓണം ഇങ്ങനെ കച്ചവടക്കാരുടെ ഓണമായി എന്നുള്ളത് ഓണത്തിന്റെ അധപ്പതനമല്ല, ഓണത്തിന്റെ വിപുലീകരണമാണ്. അനേക കച്ചവട സ്ഥാപനങ്ങൾ വരുന്നു. അപ്പൊ നമ്മുടെ ഓണം കെമിക്കേമമാവുന്നു. നിരവധി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മുടെ ഓണാഘോഷത്തിന്റെ സദ്യവട്ടങ്ങൾ വിപുലീകരിക്കുന്നു. നമ്മുടെ ആഘോഷ സന്ദർഭങ്ങൾ ആകർഷകമാകുന്നു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സൗകര്യങ്ങളെയും സാധ്യതകളെയും ഓണം സ്വാംശീകരിച്ചിട്ടുണ്ട്. അത് ഓണത്തിന്റെ വളർച്ചയാണ്, ഓണത്തിന്റെ തകർച്ചയല്ല. ഇതിൽ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ഓണത്തിപ്പോയില്ല, കച്ചവടക്കാരുടെ ഓണം തന്നെയാണ് സംഭവിക്കുന്നത്. കച്ചവടക്കാരുടെ ഓണം സംഭവിക്കുമ്പോഴാണ് ഓണം ഇന്നത്തേതുപോലെ ആധുനിക മനുഷ്യന് തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ ആർഭാടപൂർണ്ണമാക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഓണത്തിന് വന്ന രൂപമാറ്റങ്ങൾ ഓണത്തിന്റെ നാശമല്ല, ലോകത്തിനാകെ വന്ന രൂപമാറ്റങ്ങൾ ലോകത്തിന്റെ നാശമല്ലാതിരിക്കുന്നത് പോലെ ആധുനിക തലമുറയ്ക്ക് വന്ന മാറ്റങ്ങൾ ആധുനിക തലമുറയുടെ നാശമല്ലാതിരിക്കുന്നത് പോലെ ഓണത്തിന് വന്ന മാറ്റങ്ങൾ ഓണത്തിന്റെ നാശമല്ല, ഓണത്തിന്റെ വികാസമാണ്. അങ്ങനത്തെ കൂടുതൽ വികസിക്കും. ആ വികസിച്ച കൂട്ടത്തിലാണ് ഒരുപക്ഷെ ഇനിയിപ്പോ മഹാബലിയും വാമനൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അന്ന് ഇത്രയേറെ ജനാധിപത്യപരമായ ഒരു സാമൂഹിക വീക്ഷണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. കാരണം ജനാധിപത്യം എന്നുള്ളത് ആധുനിക കാലത്ത് മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. ആധുനിക നഗര രാഷ്ട്രങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1000-2000 വർഷങ്ങളുടെ ചരിത്രത്തിൽ മനുഷ്യൻ രൂപപ്പെടുത്തി ഒന്നാണെന്ന് അത് പിന്നെയും വികസിച്ച് വളർന്നിട്ടാണ് ഇന്ന് കാണുന്ന ജനാധിപത്യ സമൂഹം ഉണ്ടായത്. അപ്പൊ ആ ജനാധിപത്യ സമൂഹത്തിന്റെ ജനാധിപത്യ സ്വഭാവം ഓണം കൈവരിച്ചു പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. നമ്മുടെ കൈവിട്ട് പോയി കാര്യങ്ങൾ. ആരുടെയെങ്കിലും കയ്യിൽ ഒതുങ്ങണം ഇത് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മറ്റൊരാളുടെ കൈകളിലേക്ക് ഇത് പകർന്നു കൊടുക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, രണ്ട് കരുതലാണ്. ഇത് ഞങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കണം എന്ന് കരുതുന്നവർ കരുതും. മറ്റൊന്ന് ഇത് അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന കരുതലുണ്ടല്ലോ. ഈ രണ്ട് കരുതലും കേരളത്തിൽ അസാധ്യമായി തീർന്നിരിക്കുന്നു. കാരണം ഇത് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട, മാനവീയവൽക്കരിക്കപ്പെട്ട, അതുകൊണ്ട് തന്നെ മതേതരവൽക്കരിക്കപ്പെട്ട ഒരു ആഘോഷമായി ചരിത്രം നിർമ്മിച്ചെടുത്തു കഴിഞ്ഞു. അതാണ് കേരളത്തിന്റെ ഓണം. ആ ഓണമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യമുണ്ട്. എന്തുകൊണ്ടും ഈ മനുഷ്യൻ ആവശ്യമില്ലാത്തതൊന്നും മനുഷ്യൻ ചെയ്തുണ്ടാക്കില്ല. ഇതൊരു പ്രകൃതി നിയമമാണ്. പ്രകൃതിയിലുള്ള എല്ലാ സൂക്ഷ്മാണുക്കൾ മുതൽ ചെറിയ ചെറിയ സസ്യലതാദികൾ വരെ എല്ലാം പ്രകൃതിക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ പ്രകൃതി അതിനെ തിരസ്കരിച്ചുകൊണ്ടിരിക്കും, അതിനെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കും, തിരുത്തിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ചരിത്രവും. ചരിത്രം പ്രകൃതിയുടെ ഇതേ സ്വഭാവം അനുസരിച്ച് ചരിത്രത്തിൽ മനുഷ്യന് ആവശ്യമുള്ളതെന്തോ അത് ചരിത്രം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചരിത്രം ഉത്പാദിപ്പിച്ചതാണ് ഓണത്തിന്റെ ഈ മതേതരത്വവും മാനവികതയും. അതായത് എവിടെയെങ്കിലും ഇരുന്നിട്ട് തീരുമാനമെടുത്തത് നാളെ മുതൽ ഓണം എങ്ങനെയാണെന്ന് പറഞ്ഞത് ഭാരതം പട്ടംതാമത്തുള്ള ഇങ്ങനെ കേരളത്തിലെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടിയല്ലേ ഇത് വന്നത്. ചിലപ്പോൾ പ്രഖ്യാപനമായിട്ടുണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും അധികാരികൾ ചില തീരുമാനമെടുത്തിട്ടുണ്ടാവാം. ഓണത്തിന് എല്ലാ കുട്ടികൾക്കും അരി കൊടുക്കണമെന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഭരണാധികാരികളും പലതും തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനം പോലും വരുന്നത് എന്തുകൊണ്ടാണ്? ആ തീരുമാനം വരുന്നത് പോലും കാലം ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. കാലം ആവശ്യപ്പെടുന്നതിനെ തീരുമാനമാക്കി മാറ്റുക എന്നുള്ളതാണ് എല്ലാ ഭരണാധികാരികളും ചെയ്തത്. പക്ഷെ കാലത്തിന്റെ ഈ ആവശ്യം എന്താണ് എന്ന് കണ്ട് തീരുമാനിക്കാൻ കഴിയുന്ന ആളുകൾ നല്ല ഭരണാധികാരികളുണ്ട്. നേരെ മറിച്ച് കാലത്തിന് ഹിതകരമല്ലാതെ തീരുമാനിക്കാൻ നിൽക്കുന്ന ആളുകൾ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലൂടെ പിടിച്ചു. അങ്ങനെയുണ്ട്. അങ്ങനെ ഭരണാധികാരികളുടെ പ്രധാനമാണ്. കാലത്തിന് ഒട്ടും യോജിക്കാത്ത, ഈ കാലം ആവശ്യപ്പെടാത്ത, ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തീരുമാനമാക്കി കൊണ്ടുവന്നിട്ട് ഇതാണ് ഇനി തീരുമാനം എന്ന് പറയുന്നവരുണ്ട്. അത് ഭരണാധികാരികളാണ്. പക്ഷെ ഒരു രക്ഷയില്ല. അതിനൊക്കെ കാലവും ചരിത്രവും തള്ളിക്കളയുക തന്നെ ചെയ്യും. നമുക്ക് നിയമത്തിന്റെ കണ്ണിൽ ചിലപ്പോ തള്ളിക്കളയാൻ കഴിയും. ഒരു ഭരണാധികാരി നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് നിയമമല്ല. പക്ഷെ അതിന് കാലത്തിന്റെ ശരിയുടെ പിൻബലമുണ്ടാവുകയില്ല എന്നതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും കാലഹരണം പറ്റുപോകും. അതുപോലെയാണ് കാലം ആവശ്യപ്പെടുന്ന ഒന്നാണ് ഓണത്തിന്റെ ഈ ജനകീയത, അതിന്റെ മതേതരമായ സ്വഭാവം എന്നുള്ളത് കൊണ്ട് പല ഭരണാധികാരികളും പല കാലത്തും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഭരണാധികാരികളുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരിക്കാം. ഉണ്ടായത് ഇത് ആവശ്യമാണെന്നുകൊണ്ട്
കാലം ആവശ്യപ്പെടുന്നു ഓണം ഒരു മതേതര ജനകീയ ജനാധിപത്യ ഉത്സവമായിരിക്കണമെന്ന് കാലം ആവശ്യപ്പെടുന്നു. കാരണം നമ്മള് ഈ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഉത്സവങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മാറുന്നതുകൊണ്ടാണ് നമ്മൾ മാറുന്നത് നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ മലയാളി പണ്ട് മുണ്ടാണ് നിൽക്കുന്നത്, എല്ലാവരും കാണിക്കും പെങ്ങമാരി വളരെ ചുരുക്കായിട്ട് മുൻപെടുക്കുന്നത്. ബാക്കി നമ്മൾ കാര്യങ്ങളിൽ വന്നു. എന്തുകൊണ്ട്? അതിന് ആവശ്യമായതുകൊണ്ട് വന്നതാണ്. പണ്ട് പാടത്ത് പണിക്ക് പോകുമ്പോൾ മുട്ടുവരെയുള്ള മുണ്ടാണ് പാടം. കാരണം പാടത്തൊക്കെ വെള്ളം ചേറുണ്ട്, അവ മുട്ടുവരെയുള്ള അവസ്ഥ. അതിൻ്റെ പഴയ മലയാളി ഉപയോഗിച്ചിരുന്നു. കാരണം കരയത്ത് നിൽക്കുന്ന ജന്മിക്ക് കുറച്ചും കൂടെ നീളമുണ്ടാണ്, പാടത്തിറങ്ങുന്നതും പറ്റില്ല. അപ്പൊ അന്നത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള വേഷം അന്നുണ്ടായി. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മളെ തൊഴിൽ സാഹചര്യങ്ങൾ അങ്ങനെയുള്ള പല ഇതിന്റെ മുകളിൽ കയറേണ്ടതിൽ ഓണി കയറി ഓടിക്കാതെ പോകേണ്ടി വരും, വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ കാല് നമുക്ക് സെപ്പറേറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന പാൻറ്റുകളാണ്. അപ്പോൾ മലയാളികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളുടെ വേഷം നമ്മുടെ കാലത്തിന്റെ അനിവാര്യതയിൽ നിന്നും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യകതയിൽ നിന്നുണ്ടായിരുന്ന വേഷമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം അങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാലം ആവശ്യപ്പെടുന്നതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കല്ലിച്ചോട്ട് ചെയ്തതൊന്നുമല്ല. കാലത്തിന്റെ ശരികളെ സംശയിച്ചുകൊണ്ടാണ് നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഓണവും കാലത്തിന്റെ അനിവാര്യതയെ സ്വീകരിച്ചുകൊണ്ട് ആധുനികവൽക്കരിക്കപ്പെട്ടുപോയി. പഴഞ്ചൻ ഓണമല്ല. പണ്ടത്തെ രാജാവിന്റെ കഥയൊന്നുമില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള ചവിട്ടിത്താഴ്ചയും പാതാളം ഉണ്ടോ, അങ്ങനെയൊരു പാതാളത്തെ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് തലമുറമാർക്ക് എന്ത് കാര്യമില്ല. ഓണം അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ ഉത്സവമായി മാറി. അതിന്റെ കൂടെ നിൽക്കുന്നത് ശരിയുമാണ്. അത് നമുക്ക് ആവശ്യം മാനവികമായ ഉത്സവങ്ങളാണ്. ഓണം അങ്ങനെ ഒന്നായി വന്നെങ്കിൽ സന്തോഷം. കാരണം സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള നമ്മുടെ ഐതിഹ്യങ്ങളിലേക്ക് പിൻബലമുള്ള നമ്മുടെ അനേക തലമുറ ആഘോഷിച്ചു വന്ന ഒരു ഉത്സവം എന്ന അതിന്റെ ഒരു ചരിത്രത്തിലെ അതിന്റെ ഒരു കരുത്തുണ്ട്. അത്തരം കരുത്തുറ്റ ഉത്സവം പോലും നമ്മുടെ ആധുനിക ജീവിതത്തിന്റെ ഭാഗമായി വന്നെങ്കിൽ അതിന് നമ്മൾ ദിക്സയും കൊടുക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മളെ പോലെയുള്ള മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റുന്ന ഒരു ഉത്സവമായിട്ട്, നമ്മുടെ കാലത്തിന് പറ്റുന്ന ഒരു ഉത്സവമായിട്ട് ഓണം പോലും മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഓണത്തെ സ്വാഗതം ചെയ്യും. ബാക്കിയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുകയും അതിലുള്ള മാനവികതയെ തിരിച്ചുകൊടുക്കുകയും ചെയ്യും. എല്ലാ മതപരമായ ആഘോഷങ്ങളിലും മതപരമായ ഒരു അംശവും മതേതരമായ ഒരു അംശവും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏതൊരു അതിൽ മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ ഉണ്ട്. അതോടൊപ്പം മതേതരമായ കുറെ അംശങ്ങളുണ്ട്. ഒരു പൂരപ്പറമ്പിൽ ചെന്നാൽ നിന്നാണ് പൂരപ്പറമ്പ് വാസ്തവത്തിൽ ഹൈന്ദവമായ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് അവിടെയുള്ള ദേവിയെയോ ദേവനെയോ ഒക്കെ ആരാധിക്കുന്ന എഴുന്നള്ളിക്കുന്ന ഒക്കെയുള്ള ഒരു ചടങ്ങാണ്. പൂരാഘോഷം തീർച്ചയായും ഹൈന്ദവ മതാചാരങ്ങളുടെ ഭാഗമാണ്. പക്ഷെ അതിൽ മതേതരമായ ഓരോ കാര്യം നടക്കുന്നുണ്ട്. അവിടെ സകല മനുഷ്യർ ചെല്ലുന്നത് യന്ത്ര ഊഞ്ഞാലിൽ കയറാൻ പോകുന്നത് മതത്തിന്റെ കൈ നോക്കിയിട്ടല്ല. അവിടെ ആര് കയറിയാലും യന്ത്ര ഊഞ്ഞാലിൽ നടത്തുന്ന ആൾക്ക് സന്തോഷമാണ്, പോകുന്ന ആൾക്ക് സന്തോഷമാണ്. കാരണം കുറച്ചൊക്കെ രസിക്കാം. അവിടെ മാജിക് കാണാൻ പോവാം. മാജിക് കാണാൻ പോയാൽ മാജിക് കണ്ടാൽ രസം, അത് കാണിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സന്തോഷം. അങ്ങനെ ഒരു ഭാഗത്ത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് മതേതരമായ ഒരു ജീവിതവും ആഘോഷവും സാധ്യമാണ് എന്ന് തെളിയിച്ചതാണ് കേരളത്തിന്റെ ഭൂതകാലം. കേരളത്തിൽ മാത്രമല്ല, ഇത്തരം മതപരമായ ഉത്സവങ്ങൾ നടക്കുന്ന എല്ലാ ലോക ജനതയ്ക്കിടയിലും മതത്തെ മതേതരമാക്കിയ ഒരു നിർമ്മിതി നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുക പൂരപ്പറമ്പ്. പൂരപ്പറമ്പിൽ പൂരം നടക്കുന്ന ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് വരെ, ആ മതിലിന്റെ പുറം വരുന്നത് വരെ അവിടെ ഒരു മതപരമായ നിഷ്ഠകളുണ്ട്. അവിടെ ആർക്കെ കടക്കാൻ പറ്റുമോ, അവിടെ ആരുടെ ആചാരങ്ങൾ നടത്താൻ പറ്റും, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ആ മതിലിനപ്പുറം കിടന്നാലും മതേതരമായ മനുഷ്യരിങ്ങനെ നിറഞ്ഞ് ഒഴുകി പരക്കി അവിടെ ഹിന്ദു ഇങ്ങനെ ഒരേ സമയം മതാത്മകവും അതേസമയം മതേതരവുമായിട്ട് സാധ്യമാണ് ഒരു മതത്തിന്റെ ആചാരം പോലും എന്ന് തെളിയിച്ചവരാണ് കേരളത്തിലെ കൂടുതലും. അങ്ങനെ പൂരപ്പറമ്പ് വലിയ ഉത്സവ സ്ഥലമായി മാറി, സകല മനുഷ്യർ കൂടിച്ചേർന്ന സ്ഥലമായി മാറി. അതുകൊണ്ട് ഏത് ആഘോഷത്തിലും അങ്ങനെ മതത്തിൻ്റെതായ അംശവുമുണ്ട്, മതേതരമായ അംശവുമുണ്ട്.
നമുക്കത് മതേതരമായ അംശത്തിൽ എടുക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതൊക്കെ ഇവിടെ പായസം വന്നപ്പോൾ ഞാൻ എനിക്ക് പായസം വേണമെന്നാണ്. ഞാൻ പായസം കഴിക്കില്ല, എനിക്ക് മധുരം കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ പായസത്തെ മാറ്റി വയ്ക്കുമ്പോൾ പായസം കഴിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് എടുക്കുകയും വേണ്ടത് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ വളരുന്നത്. അത് ഏത് ഭക്ഷണം മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം ത്യാജ്യത്തിലാക്കിയ ബുദ്ധി ഉപയോഗിച്ച് തന്നെ വളരുന്നത്. നിങ്ങൾ എല്ലാം ഇത് കഴിച്ചോളണം എന്ന് പറഞ്ഞാലും അപകടമായി, നിങ്ങൾ ആ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞാലും പ്രത്യേകത നമ്മൾ ഭക്ഷണം കഴിക്കുകയും, പക്ഷെ ഭക്ഷണത്തിൽ പോലും നമുക്ക് വേണമെങ്കിൽ കർക്കശമായ മതം കലർത്തുകയും അധികാരം കലർത്തുകയും ചെയ്തിട്ട് നിങ്ങൾ ഇത് കഴിച്ചുകൂടാ എന്ന് പറയാൻ കഴിയും. അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണമാണെങ്കിൽ നിങ്ങൾ ഇന്നതേ കഴിക്കാവുള്ളൂ എന്ന് പറയുക, ഇന്നത് ഇത് കഴിക്കേണ്ടതുണ്ട് എന്ന് പറയുക, രണ്ട് പ്രശ്നം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം എന്ന് പറയുന്നതാണ് ഭക്ഷണത്തിന്റെ ജാഗ്രത എന്നുള്ളത്. ആ ഭക്ഷണത്തിന്റെ ജാഗ്രത സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് മതാത്മകതയിലും എത്ര വലിയ വിശ്വാസ പ്രമാണങ്ങൾക്കിടയിലും അതിനപ്പുറത്തുള്ള ഒരു മതേതര സാധ്യതയുണ്ട്. ആ സാധ്യതയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത്. നമ്മളതാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ അല്ലെങ്കിൽ ഓണത്തിനിടയ്ക്ക് പൂജിക്കുന്നത് തീർച്ചയായിട്ടും ഹൈന്ദവ വീടുകളിൽ മഹാദേവനെ വെക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്, വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഇപ്പൊക്കെ നമുക്കെന്താ ലോകം, നമുക്ക് അതിനുള്ള ഈ ശർക്കരപ്പായസം മാത്രം ബുദ്ധികളുടെ കുഴപ്പം കൽപ്പായസം കാണിക്കുക വേണം. അത്രയും ചെയ്യുന്നുള്ളൂ. ഇതിൽ മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നതാണ്. പലതുണ്ട് നമുക്ക് വേണ്ടത്. ആധുനിക കേരളീയ സമൂഹത്തിന് വേണ്ടത് മതേതരമായ ഒരു ഓണമാണ്, മതേതരമായ ഉത്സവമാണ്. ആ ഉത്സവമാണ് ഓണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ചെടുക്കുന്നത്. അതാണ് വിവേകശാലികളായ ജനാധിപത്യ ബോധമുള്ള മലയാളികൾ ഇന്ന് കൊണ്ടാടുന്നത്. ഈ ഓണത്തെയാണ്. അത് മാനവികമാണ്, മതേതരമാണ്. അങ്ങനെ ആഘോഷിച്ചേ പറ്റും ഈ കാലഘട്ടത്തിൽ എന്നാണ്. അപ്പോൾ ഓണം വാസ്തവത്തിൽ ഒരു ചെറുത്തുനിൽപ്പിന്റെ ആഘോഷം കൂടിയാണ്. മനുഷ്യനെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക, വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഭക്ഷണശീലങ്ങളെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് സകല മനുഷ്യർക്കും ആഘോഷിക്കാവുന്ന എന്നാൽ മതത്തിന്റെ പിന്തുണയുള്ള ഒരാഘോഷമാക്കി ഞങ്ങൾ ഓണത്തെ തിരിച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി ഓണം ആഘോഷിക്കുമ്പോൾ അതൊരു ചെറുത്തുനിൽപ്പിന്റെ ആഘോഷം കൂടിയാണ്. വെറുതെ ദേശം കൈകൾ വെച്ച് പായസം വെച്ചിട്ടുമില്ല. വേണമെങ്കിൽ ഇങ്ങനെയുണ്ടാവും. മനുഷ്യനെ മതപരമായി ഭിന്നിപ്പിക്കുന്ന കാലത്ത് മതത്തിന്റെ ചരിത്രത്തോടെ വളർന്നു വന്ന ഒരു ആഘോഷത്തെ മതേതരമാക്കി ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുള്ള ഒരു ആയുധം, ഒരു തിരിച്ചടിക്കൽ, അതേ നാണയത്തിൽ നിന്ന് തിരിച്ചടിക്കൽ ആയിട്ട് മതത്തെ മലയാളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ലാത്ത വിശ്വാസം. അങ്ങനെയും ഓണത്തിന്റെ ആഘോഷത്തിൽ ഒരു സാധ്യത, ഒരു പോരാട്ട സാധ്യത. ഹോച്ചിമിൻ വിയറ്റ്നാമിൽ അമേരിക്കൻ പട്ടാളക്കാർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹോച്ചിമിൻ കല്ലുകളിൽ നിന്നത് അല്ലെങ്കിൽ ഹോച്ചിമിൻ ഒരു കല്ലിൽ പറയുന്നത്, ഇതാ ബുദ്ധന്റെ ശിരസിൽ ഇവ ഓടിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധന്റെ മാനവത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധന്റെ ഭുജങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധന്റെ പാദങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. കാരണം വിയറ്റ്നാമുകാര് 90% ബുദ്ധമത വിശ്വാസം. ആ വിശ്വാസത്തെയാണ് ഹോച്ചിമിൻ ഉന്നയിക്കുന്നത്. അമേരിക്കക്കാർ എവിടെയാണ് പോകുന്നത്? അമേരിക്കൻ പോകുന്നത് മാർക്കറ്റിന്റെ മുകളിലാണെന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങൾ ആൾക്കാർ പ്രകടനം നടത്തുന്നതാണെന്നല്ല, ബുദ്ധന്റെ ശിരസിൽ പോകുന്നു, ബുദ്ധന്റെ വക്ഷസിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധമത വിശ്വാസികളുടെ വിശ്വാസത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്രാജ്യത്വ സമരത്തിന് നേതൃത്വം കൊടുത്ത ചരിത്രം വിയറ്റ്നാമിന്റെ ഹോച്ചിമിനുണ്ട്. മലയാളി അർത്ഥത്തിൽ വേണമെങ്കിൽ മതത്തിൻ്റെതായ ഒരു കല്ലിൽ കൊടുക്കാവുന്ന ഒരു ആഘോഷത്തെ അതിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അതേ നാണയം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഇതിനെ മതേതരമായിട്ട് ആഘോഷിക്കുക ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മലയാളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പിന്റെ ആഘോഷം കൂടിയാണ് ഓണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാധ്യതയിൽ കൂടി നമുക്ക് ഉണ്ടാകുന്ന ഓണം വികസിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിനിടയ്ക്ക് ഇങ്ങനെ പ്രസിദ്ധം തന്നെ ശരിയാവും എന്ന് നേരത്തെ ഷാനി വിളിച്ചപ്പോൾ തന്നെ സംശയമില്ലായിരുന്നു. പലതരം രസകരമായ കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് പക്ഷേ ഒരു പഴയ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ആവേശത്തിൽ പറഞ്ഞു. എന്തായാലും നമുക്ക് തുടർന്നുള്ള മത്സരങ്ങൾ ആഘോഷങ്ങൾ തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു.